ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ഭോജ്പുരി സിനിമാ താരം പവൻ സിംഗ്. അസൻസോളിലെ സ്ഥാനാർത്ഥിയെ പവൻ സിംഗിനെ ഇന്നലെ ബി പ്രഖ്യാപിച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശത്രുഘ്നൻ സിൻഹയ്ക്കെതിരെയാണ് പവൻ സിംഗിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ബൽറാം നുരങ്ങാട് ചേരുന്നു. ബൽറാം, ബി പ്രതീക്ഷാ സ്ഥാനാർത്ഥിയായിരുന്നു പവൻ സിംഗ്. എന്തുകൊണ്ടാണ് പിന്മാറ്റം? അത് ബി എത്രത്തോളം വലിയ തിരിച്ചടിയാണ് അവിടെ? ബൽറാം. ഹാഷ്മി, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാകുന്നത് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് ഒരു സ്ഥാനാർത്ഥി, അതും ഒരു ചലച്ചിത്ര താരം തന്നെ, താൻ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത്തവണ ശത്രുഘ്നൻ സിൻഹയ്ക്ക് കനത്ത മത്സരം കൊടുക്കാൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് പശ്ചിമ ബംഗാളിലെ അസൻസോളിൽ പവൻ സിംഗ് എന്ന ഭോജ്പൂരി നടനും ബി.ജെ.പി രംഗത്തിറക്കിയത്. ഉത്തർപ്രദേശ്, ബീഹാർ, ഒപ്പം തന്നെ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏറെ ആരാധകരുള്ള ഒരു നടൻ കൂടിയാണ് ഭോജ്പുരി നടനായ പവൻ സിംഗ്. ശത്രുഘ്നൻ സിൻഹ സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഒരു താരത്തെ തന്നെ അണിനിരത്താൻ ലക്ഷ്യം വെച്ച് ഇത്തരത്തിൽ പവൻ സിംഗിനെ രംഗത്തിറക്കിയത്. പവൻ സിംഗ് സ്ഥാനാർത്ഥിയാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ദിവസങ്ങളായി ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുമ്പോൾ പവൻ സിംഗിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലൊന്നും തന്നെ അത് നിഷേധിച്ച് രംഗത്തെത്താൻ പവൻ സിംഗ് തയ്യാറായിരുന്നില്ല. പ്രഖ്യാപനത്തിന് ശേഷമാണ് തൻ്റെ എക്സ് ഹാൻഡിലൂടെ അദ്ദേഹം താൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുകയാണ്, മത്സരിക്കാനില്ല എന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ പിന്മാറുന്നതിൽ അദ്ദേഹം ബി.ജെ.പി നേതൃത്വത്തോട് ഖേദം രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്കിൽ പോലും എന്തുകൊണ്ടാണ് പിന്മാറുന്നത് എന്നുള്ളത് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം ബി.ജെ.പി നേതാക്കൾ ആരും തന്നെ ഈ പിന്മാറ്റത്തോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. പവൻ സിംഗിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ, പ്രത്യേകിച്ച് ബംഗാളിലെ കൽക്കരി ഖനന ബെൽറ്റായ ആസൻസോളിൽ കനത്ത പ്രചരണം പവൻ സിംഗിനെതിരെ നടത്തിയിരുന്നു. സംസ്ഥാനത്തെ ജനതയെ ബി ഗ്രേഡ് സിനിമകളിലൂടെ സുപരിചിതനായ വ്യക്തിയെയാണ് ബി.ജെ.പി ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് എന്നതടക്കമുള്ള പ്രചരണം പവൻ സിംഗിനെതിരായി തൃണമൂൽ കോൺഗ്രസ് ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പവൻ സിംഗ് സ്ഥാനാർത്ഥിയിൽ നിന്നും പിന്മാറുന്നത്. ഹാഷ്മി.